ഹായ് ഗൈസ്, വെൽക്കം ടു പ്രോ ടിപ്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മുടെ പി സിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഫിലിമോറ എന്നാണ്. വേർഷൻ 9 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ അതിൻ്റെ സ്പോൺസർ സൈറ്റിൻ്റെ പേര് വണ്ടർഷെയർ എന്നാണ്. വണ്ടർഷെയർ ഫിലിമോറ എന്നാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവർ 3 പ്രൊഡക്ട്സാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള അവരുടെ ഫിലിമോറ 9 പ്രോ ആൻഡ് സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ അതിൽ ഫിലിമോറ 9 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ്, മാക് ഏത് കമ്പ്യൂട്ടറിലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഈ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഫ്രീ ഡൗൺലോഡ് കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ബൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുൾ വെർഷൻ കിട്ടും. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനമാണ്. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ പി സിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അവർ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4GB റാം വേണം, പിന്നെ മിനിമം 4GB വേണം, പിന്നെ HD ആൻഡ് 4K വീഡിയോ നമുക്ക് റെൻഡർ ചെയ്യണമെങ്കിൽ 8GB റാം നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. അതിൽ നിങ്ങൾ 16:9 ആണ് എടുക്കേണ്ടത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ 16:9 റേഷ്യോയിലാണുള്ളത്. അപ്പോൾ നമ്മൾ വൈഡ് സ്ക്രീൻ റേഷ്യോ ആണ്, നമ്മുടെ മൊബൈൽ റേഷ്യോ 16:9 ആണ്. പിന്നെ നിങ്ങൾക്ക് പോർട്രേറ്റിലാക്കണമെങ്കിൽ ആക്കാം, സിനിമാറ്റിക് മോഡ് ആക്കണമെങ്കിൽ ആക്കാം. അങ്ങനെ 5-6 റേഷ്യോ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 16:9 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സാമ്പിൾ വീഡിയോ ഞാനിതിൽ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ടൈറ്റിൽസ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, ഒരുപാട് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എഫക്ട്സ് ഉണ്ട്, ഒരുപാട് എഫക്ട്സ് ഉണ്ട് ഇതിൽ. എലമെൻറ്റ്സ് ഉണ്ട്, സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. നമ്മുടെ സ്ക്രീന് 2 3 കാണുന്ന പല ഡിഫറെൻറ്റ് ഷേപ്സിൽ കാണണമെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ ഞാനൊരു മീഡിയ നിങ്ങൾക്ക് സാമ്പിൾ മീഡിയ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് നമ്മൾ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇമ്പോർട്ട് മീഡിയ ആൻഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷനാണത്. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു സാമ്പിൾ വീഡിയോ ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇമ്പോർട്ടായി. ഇനി ഇവിടെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ പ്രിവ്യൂ കാണുക. ഓക്കെ, ഇവിടെ റെൻഡറിങ്ങിൻ്റെ ഓപ്ഷനാണ്. ആ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ആവും. ഇതിനാണ് ടൈം ലൈൻ എന്ന് പറയുക. ടൈം ലൈനിനെ നിങ്ങൾക്ക് 2-3 ലെയേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും ഇതേപോലെ, നിങ്ങളുടെ മീഡിയ മാച്ച് ചെയ്യണോ ഇല്ലെങ്കിൽ പ്രൊജക്റ്റ് സെറ്റിങ്ങിൽ റെസൊല്യൂഷൻ ആക്കണമെന്ന്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ പ്രൊജക്റ്റ് സെറ്റിംഗ് തന്നെ റെസൊല്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീഡിയ ഇവിടെ ടൈം ലൈനിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടു. ഇനി അവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സ്കെയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതെന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ ഇടുന്നുണ്ട്, ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ. അതിന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അവിടെ കട്ട് ചെയ്യാം, പുതിയ മീഡിയാസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മീഡിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാനിപ്പോൾ ലാപ്പിൽ കണ്ടതിൽ വെച്ചിട്ട് ഇതാണ് എനിക്ക് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മ്യൂസിക് ഓൾറെഡി ഇതിൽ ഇൻബിൽട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊരു മ്യൂസിക് നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴത്തെ ലെയറിൽ കൊണ്ടിടാം, വേറെ ലെയറായിട്ട് ഇടാം.
ഇനി നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടണമെങ്കിൽ മീഡിയയുടെ സൗണ്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഇതേപോലെ മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് കൂട്ടാനും കുറയ്ക്കാനും. നിങ്ങളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മീഡിയയുടെ ഓപ്ഷൻസ് കിട്ടും. ഇനി ഞാനിവിടെ ഒരു സാമ്പിൾ ടൈറ്റിൽ, ഇതൊക്കെ ടൈറ്റിലിൻ്റെ സാമ്പിൾസാണ്. ഇത് ഞാനൊരു സാമ്പിൾ ടൈറ്റിൽ എടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. അവിടെ പ്രിവ്യൂ നോക്കാം ആദ്യം. ഇതേപോലെയാണ് വരിക. ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ കിട്ടും. ഇത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ടൈം ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു ലെയറായിട്ടാണ് അവിടെ കിടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂവിൽ കണ്ടില്ലേ, ഇവിടെയാണ് ടൈറ്റിൽ കാണുക. ഇനി ഇവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഇവിടെ കൊടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷനും ഉണ്ട് ഇവിടെ. ഇനി നിങ്ങൾക്ക് പിറകിലേക്ക് പോകണമെങ്കിൽ ഇവിടെ റീഡു അൺഡു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്, റീഡു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ അറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് അൺഡു അടിക്കാവുന്നതാണ്. ഇങ്ങനെ ഇതേപോലെയാണ് നമ്മുടെ എഡിറ്റിംഗ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തന്നു മാത്രം. ഇനി ഇവിടെ റെൻഡർ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. റെൻഡർ പ്രിവ്യൂ കൊടുക്കുമ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചെയ്യണം നല്ലതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും അവർ റെൻഡർ ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്ലേ ബാക്ക് നമുക്ക് തരും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത സോങ്ങും പിന്നെ അതേപോലെ ടൈറ്റിൽ എല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിൽ. ഇത് മാത്രമൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നാണ്. ഇതിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിങ്സ് ഉണ്ട്. അത് ഇതൊക്കെ ഫിലിമോറയിൽ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് സേവ് ചെയ്യാം. ഞാനപ്പോൾ കമ്പ്യൂട്ടറിൽ ഞാൻ സേവ് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് സേവായി. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മളിത് പർച്ചേസ് ചെയ്യണം എന്നാണ്. ഇത് നമ്മൾ ജസ്റ്റ് ട്രയൽ വേർഷൻ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. ഐഫോൺ വേണോ, ആപ്പിൾ വേണോ, സാംസങ് ഗാലക്സി, ഏത് ഫോർമാറ്റിലാണ്, ഏത് ഫോണിൻ്റെ ഫോർമാറ്റിലാണ്. പിന്നെ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ് കൊടുത്ത് പബ്ലിക് കൊടുത്ത് നിങ്ങളുടെ ക്വാളിറ്റി സെറ്റിങ്സ് അവിടെ കൊടുത്ത് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വിമിയോ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ DVD-യിലേക്ക് ഡയറക്റ്റ് ബേൺ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷനും ഇതിലുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ലോക്കൽ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ MP4 ഫോർമാറ്റിലാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലൊക്കേഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ നിങ്ങൾക്ക് 3 തരത്തിലുള്ള ക്വാളിറ്റി കാണാൻ പറ്റും. ബെസ്റ്റ്, ബെറ്റർ, ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ നോക്കുക. H264 എടുക്കാൻ നോക്കുക. എൻകോഡിങ് റെസൊല്യൂഷൻ നമ്മളെപ്പോഴും 980, നിങ്ങൾക്ക് വേണമെങ്കിൽ 4K ആക്കാം. അല്ലെങ്കിൽ മിനിമം നമ്മളൊരു 980x1080 എടുക്കാൻ നോക്കുക. 920x1080 എടുക്കാൻ നോക്കുക. ഫ്രെയിം റേറ്റ് 25 അല്ലെങ്കിൽ 30 അങ്ങനെയൊക്കെ വെക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ലോ മോഷനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 60 FPS ഒക്കെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ചാനൽ, സ്റ്റീരിയോ, സറൗണ്ടിങ് പല ഓപ്ഷനുണ്ട്. ഇവിടെ ബിറ്റ് റേറ്റ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ തൽക്കാലം ഗുഡാണ് എടുക്കുന്നത്. ഞാനിതൊരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറ്ററോ അല്ലെങ്കിൽ ബെസ്റ്റോ എടുക്കുക. ബെറ്റർ എടുക്കുമ്പോൾ കണ്ടില്ലേ ഫയലിൻ്റെ സൈസ് കൂടി വരുന്നത് കാണാം. ഇനിയിപ്പോൾ ഞാൻ ബെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുമ്പോൾ ഫയലിൻ്റെ സൈസ് പിന്നെയും കൂടി 36. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഗുഡ് എന്ന് എടുത്തിട്ട് ഞാനിത് എക്സ്പോർട്ട് ചെയ്യാണ്.
അപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഫയൽ സൈസിൽ കിട്ടും. 22 MB ആണ് ഫയൽ സൈസ് വരുന്നത്. ഇനി ഇനേബിൾ GPU ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ഓൺ ചെയ്തിടുക. ഇനി എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ 100% ഇത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ വാട്ടർമാർക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മാറ്റണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ കീസും ലൈസൻസ് ഫയലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇതിൽ. അതെനിക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ടാർഗറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ സേവ് ആക്കേണ്ടത് ആ ലൊക്കേഷൻ അവർ കാണിക്കും. റിമൂവ് വാട്ടർമാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു ഇതാണ് വന്നത്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യാതെ വാട്ടർമാർക്ക് പോവില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ താഴെ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. താഴെ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ലൈസൻസ് മെയിലും ആക്ടിവേഷൻ കോഡും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക, ഇത് കൊടുക്കുക, ആക്ടിവേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് 7 days യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബാക്കിൽ വന്നിട്ടുണ്ട്. ഇത് മുകളിൽ വാട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് കാണാഞ്ഞിട്ടാണ്. അപ്പോൾ വാട്ടർമാർക്ക് കളയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് ലൈസൻസ് ഫയൽ Filmora9 ഫ്രീ ഡൗൺലോഡിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലൈസൻസ് ഫയൽ കിട്ടും. അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് രജിസ്റ്റേർഡ് ആയി കിട്ടും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ ഇടുന്നതായിരിക്കും. എങ്ങനെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.